ഏതാ എനിക്ക് ആകപ്പാടെ ഒരു ചൊറിച്ചില്. നിനക്ക് ചൊറിയുന്നുണ്ടോ? എനിക്കും ചൊറിയുന്നുണ്ട്, പക്ഷെ ചൊറി ഫീൽ ചെയ്യുന്നില്ല. എടാ ഹരി, ഇത് വകുപ്പ് ആൾമാറാട്ടോ. അകത്തായാലുണ്ടല്ലോ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റിയിട്ടില്ല. നീനോ ഇന്ന് വൈകുന്നേരത്തിനാവും അമ്മാവൻ ഇവിടെ എത്തിയിരിക്കും. കിളവന് 100 ആയുസ. ഇനിയോ? അങ്ങോട്ടിരിക്കും, അങ്ങോട്ട്. ഐ ആം കൃഷ്ണദാസ്. മിസ്റ്റർ പൊപ്പറ്റ്ലാലിനെ ഒന്ന് കാണണമായിരുന്നു. പ്ലീസ് കം. ഗുഡ് മോർണിംഗ്. നമസ്കാർ. I read the advertisement papers, Malayalam Manorama, Hindu. I watch an information, my hand. Thank you. I watch an custody under me. You give advance, I give I watch an advance. Bundle currency notes advance, I give I watch an. Mr. Krishnadas. Krishnadas. In this business there is no advance. You bring I watch and we will give you the money, okay? First give some money, some now. First I watch then advance. Advance first approve I watch an. No, first I watch then advance. ഓ, ഈ കൊരങ്ങന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലായിക്കാനാ? സാർ, ചവിട്ടിയാ നിന്റെ അടിനാവ് ഇടിച്ച് കലക്കൂടാ. ഞാൻ ക്രിസ്തുദാസ് ആണ്. എന്തിനായിരിക്കും അയാൾ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കാശടിക്കാൻ. ഇപ്പൊ മനസ്സിലായല്ലോ ഗുരുവിന്റെ തനി നിറം. അല്ല, ക്യാ ചാഹിയേ ബോലോ. मैं कुंजन बिल्ला हूँ. मैं पोपटलाल को देखने को लिए अल्लाह देखने के लिए आता है. पोपटलाल कहा है? मैं हूँ पोपटलाल. आप बैठो. मेरे पास अयोवाचन है. अरे क्या आईवन तुम्हारा पास है? अरे किशन, ये क्या बोल रहा है? മിസ്റ്റർ കുഞ്ഞാനന്ദൻ, ഞാൻ മലയാളം കുരച്ച് അരിയും. മിസ്റ്റർ ഐവാച്ചൻ എവിടെ ഉണ്ടു, എപ്പോ ഉണ്ടു? അയ്യവാച്ചൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ 3 ലക്ഷം വളരെ കുറവാണ്. ഒരു 5 ലക്ഷം തന്നാൽ ഞാൻ അയാളെ ഏൽപ്പിച്ചു തരാം. वो क्या बोल रहा है किशन? वो बोलता है कि उसके पास अहिवाचन है. हम 5 लाख देगा तो अहिवाचन हमें देगा. 5 लाख? नहीं, ओनली 3 लाख. 3 ലക്ഷം തരാ പട്ടുള്ളൂ, 5 ലക്ഷം തരാ പട്ടിയില്ല ബട്ടെ. ഞാൻ അടുത്ത ആഴ്ച അയാളെ ഏൽപ്പിച്ചു തരാം. അഡ്വാൻസ് 1 ലക്ഷം തരണം. एडवांस 1 लाख मांगता है भाई. एडवांस मांगते हैं? नीचे देखो, തരാ പട്ടിയില്ല. നീ വന്നേ. ആ പപ്പടത്തിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി തന്നാൽ നിനക്ക് ഞാൻ 25,000 രൂപ കമ്മീഷൻ തരാം. ആ കിഴക്കുന്നത് അറിയണ്ട. കമ്മീഷൻ 25,000 രൂപ ആദ്യം തരികയാണെങ്കിൽ ഈ മരമാക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ വാങ്ങിച്ചു തരാം. അത് പറ്റില്ല. നിങ്ങളെ എനിക്ക് പരിചയമില്ലാതെ ഞാൻ ഇങ്ങനെ രൂപ തരും. ആദ്യം 1 ലക്ഷം, അപ്പൊ 25,000. क्या किशन, ये मरमाकरी क्या है? मरमाकरी उनकी बीवी का नाम है साहब. वो भी इनकी जैसी है. സാറന്മാരെ, ഒരു 50,000 അഡ്വാൻസ്. കുഞ്ഞാനന്ദൻ 3 ലക്ഷം തരും അയവാച്ചിനെ കൊണ്ടുവന്നാൽ. കൂടുതൽ വിലപേശം വന്നാൽ കണ്ടല്ലോ, പോകാം. ആലുണ്ടായ കളി. നിങ്ങൾ ഫാമിലി ആയിട്ട് നക്കികൾ തന്നെ. അരേ മോനെ, മറ്റൊരു പിണക്കം. എടാ, നിന്റെ അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. നീ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്നത്. പിന്നെ അയ്യവാച്ചൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഒരു ഉറപ്പ് തരാതെ ഞാൻ എങ്ങനെയാണ് ഒരു വാക്ക് പറയുന്നത്? അതല്ലേ ഞാനൊന്നും മിണ്ടാതെ പോയി കളഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ വിഷമമായി. അതാ ഇപ്പൊ ഓടി വന്നേ. മോനിങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമ്മൾ ഈ ബിസിനസ് ഉറപ്പിച്ച് കഴിഞ്ഞു. അമ്മാവന്റെ മുമ്പിൽ ഐവാച്ചനെ ജീവനോടെ കാണിച്ചു തന്നാ പോരെ? അത് ഞാൻ ഏറ്റു. എപ്പോ? ഇന്ന് രാത്രി തന്നെ. എന്ത് ചെയ്യാം, ഒരു മരുമോനെ ഇത്രയും വിശ്വാസമില്ലാത്ത ഒരു അമ്മാവൻ. പിന്നൊരു കാര്യം, ഐവാച്ചനെ കാണിച്ചു തന്നാൽ 1.5 ലക്ഷത്തിൽ അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ഇത്രയും വലിയൊരു തുക അഡ്വാൻസോ? ഒരു വലിയ ബിസിനസ് ആവുമ്പോ അഡ്വാൻസ് തുകയുടെ വലിപ്പം ഇത്തിരി കൂടും. എങ്കിൽ തന്നെ എന്താ, 1.5 ലക്ഷം രൂപയല്ലേ ഒറ്റ ആഴ്ച കൊണ്ട്. അമ്മാവനാണ് മോശമല്ല. നീ ഒട്ടും മോശമല്ലടാ മരുമോനെ. Yeah!
അമ്മാവൻ സമ്മതിച്ചു. ആ 1,00,000-ന്. വെറുതെ ഈ ഗൗൺ ഇട്ടുകൊണ്ട് കോടതി വരാതെ ചൊറിഞ്ഞു നിന്നിട്ട് എന്താണ് കാര്യം? കേസും വക്കാലത്തും ഒക്കെ കളയടേ. അമ്മാവൻ അഡ്വാൻസ് ആയിട്ട് തരാൻ പോകുന്നത് എത്രയെന്ന് അറിയാമോ? 5,000 അല്ല, 10,000 അല്ല, 25,000 അല്ല, 50,000 രൂപ. എന്ന് തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്ന് തീരും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്തൊക്കെയുണ്ട് സഹോദരങ്ങളെ വിശേഷങ്ങൾ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. സുശീല സഹോദരൻ മുറയ്ക്ക് കേസുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ കേസിന്റെ പെരളയും കാരണം രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നിങ്ങളുടെ സുഹൃത്ത് ഐവാച്ച സഹോദരനെ കുറിച്ച് എന്തെങ്കിലും പേര് കിട്ടിയോ? പത്രത്തിലെ പരസ്യം കണ്ടു കാണുമല്ലേ? എന്ത് പരസ്യം, ഏത് പരസ്യം? ഞാൻ പത്രം വായിച്ചിട്ട് വർഷങ്ങളായി. പത്രത്തിലെ അർത്ഥശൂന്യമായ വാക്കുകൾ വായിച്ച് പാഴാക്കാനുള്ളതല്ല സഹോദര ക്രിസ്തുവാസിന്റെ ജീവിതം. നിങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരനായതുകൊണ്ട് ചോദിച്ചത് മാത്രം. അപ്പൊ സഹോദരനൊന്നും അറിഞ്ഞില്ലേ? എന്താ? ഞങ്ങളും വളരെ വൈകി അറിഞ്ഞത്. സത്യത്തിൽ ഈ ഐവാച്ചൻ ഒരു അധോലോകക്കാരൻ. ബോംബെന്ന് ആൾക്കാർ അന്വേഷിച്ചു വന്നിരിക്കുക. ഒരു പോപ്പട്ട് ലാലും കൃഷ്ണൻ ലാലും യഥാർത്ഥത്തിൽ അധോലോക നായകന്മാരായ മേമൻ ബ്രദേഴ്സിന്റെ കൊലപാതക ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവരായോമാര്. ഐവാച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 3,00,000 രൂപ പ്രതിഫലം കൊടുക്കുന്നൊക്കെ യോമാര് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. പരസ്യം കണ്ട് ഞങ്ങളും ഐവാച്ചനെ തേടിയെത്തി. പക്ഷെ ഐവാച്ചൻ എവിടെ ഉണ്ടെന്ന് ഇപ്പോ ഐവാച്ചന് പോലും അറിയില്ല. ഞാൻ വളരെ വിശ്വസനീയമായി അറിഞ്ഞത് ഐവാച്ചനെ തട്ടിക്കളഞ്ഞു. അത് കൂടാതെ വേറൊരു കാര്യം കൂടി. ഐവാച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് യോമാരെ കാണാൻ ഹോട്ടൽ മുറിയിൽ ചെല്ലുന്നവരെ യോമാര് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കൊരു കൂട്ടായ്മയുണ്ട്. കൊള്ളാം, പേടിപ്പിക്കാൻ അവന്മാർക്ക് എന്നെ കിട്ടിയുള്ളൂ. ഞാനും എന്റേതായ മാർഗത്തിലൂടെ അന്വേഷിച്ച് നോക്കട്ടെ ഐവാച്ചനെ കിട്ടുമോന്ന്. കുഞ്ഞാടെ, ഐവാച്ചൻ എന്റെ കൈ കിട്ടിയാൽ അന്ന് തീരും എന്റെ ദുഃഖമില്ലി മണ്ണിലേ. എടാ, എത്ര നേരമായിടാ നമ്മളിവിടെ നിക്കണേ? കുറച്ചു നേരം ആയുള്ളൂ. ഐവാച്ചൻ കുറെ ദിവസത്തിൽ പുറത്തിറങ്ങിയതുകൊണ്ട് തോന്നുന്നതാ. ഹരി ഒന്ന് വന്നോട്ടെ. അതെ വന്നു. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഞങ്ങളില്ലേ? കണ്ടോ? കണ്ണ് നിറച്ച് കണ്ടോ? ഓക്കെ, ബോധ്യായോ? ബോധ്യായോ? മതി ടോർച്ചടിച്ചത്. എന്നാ അമ്മാവൻ ചെല്ല്, ബാക്കിയെല്ലാം പറഞ്ഞു പോലെ. അതൊക്കെ ഞാൻ ഓട്ടോറിക്ഷ കയറ്റി വിട്ടെ. ഇയാൾ എന്തിനാ എന്നെ കാണിക്കണേ? കല്യാണം കഴിച്ചു കൊടുക്കാനാ? ഇയാള് കൊഴിഞ്ഞാമ്പാറ ലോലന്റെ എതിർകക്ഷിയിൽപ്പെട്ട ആളാ. ഐവാച്ചൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ ലോലനെ പൂട്ടും, സമരം ചീറ്റും. ഐവാൻ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുക. കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കും. ഐവാച്ചൻ ഇങ്ങ് വന്നേ.